265 ദിവസം ഒരു പറ്റം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ അവർ ഇത്രയും ദിവസം ഈ നഗരത്തിൽ പിടിച്ചു നിന്നു. അത്തരത്തിലുള്ള ഒരു സമരത്തിന്റെ വിജയമാണ്, നാമമാത്രമെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സമരത്തിന്റെ വിജയമാണ് രാജ്യത്താകമാനം മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ സ്ത്രീകൾ ഈ 265 ദിവസം നേരിട്ട ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ ഓരോ വാക്കിൽ നിന്നും വ്യക്തമാണ്. ഇപ്പോൾ സമരത്തിന് പലരും അതിന്റെ ക്രെഡിറ്റ് തട്ടാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്കൊന്നും പറയാനില്ല. കാരണം അവർ നേടിയെടുത്ത ഈ ഒരു നാമമാത്രമെങ്കിൽ പോലുമുള്ള നേട്ടത്തിന്റെ പേരിൽ അവർ അത്രയും ആത്മാഭിമാനത്തിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. 265 ദിവസം നിങ്ങൾ ഒരു പറ്റം സ്ത്രീകളാണ്, ഇവിടെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ ഇപ്പോൾ കാണുന്നത്? ഞങ്ങൾ സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. നമ്മുടെ സ്ത്രീകളുടെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ്. ഇവിടെ എന്തെല്ലാം തരം സംഭവമുണ്ട്. പെരുമഴ എന്ന് പറഞ്ഞാൽ പ്രളയ സമാനമായ മഴ. ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ തീ പോലുള്ള വെയിൽ, ഞങ്ങളുടെ തൊലിയൊക്കെ കരിഞ്ഞു പോകുന്ന ദിവസങ്ങളായിരുന്നു. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നു. ഇത്രയും അധികം ദിവസം പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയൊന്നും അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൊന്നും തിരിച്ചു പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന സമരമാണ്. സ്ത്രീകളുടെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കിടന്ന മാർച്ചും നമ്മൾ കണ്ടു. കേരളത്തിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് സ്ത്രീകൾ നിശ്ചയദാർഢ്യം അത് കാണിക്കുന്നത്. ഒരിക്കൽ സ്ത്രീകൾ തീരുമാനിച്ചാൽ, ബോധ്യപ്പെട്ടാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ ആർജവമുള്ള ആളുകളാണ് സ്ത്രീകൾ. അതിനുള്ള അവസരങ്ങളില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയും. അത് ലോകത്തെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്കും സാധ്യമാണ്. സ്ത്രീകൾക്കെന്നുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും കഴിയും. സ്ത്രീകൾ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു, അശ്ലീലം കേട്ടു, പരിഹാസം കേട്ടു. പക്ഷെ അവിടെയൊന്നും സ്ത്രീകൾ തളർന്നില്ല. കാരണം ഉറച്ച ബോധ്യമുണ്ട്. ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യം തന്നെയാണ് ആ നട്ടൽ ഉയർത്തിയെന്നുകൊണ്ട് ആർജവത്തോടുകൂടി പറയാൻ പറ്റിയത്. ഞങ്ങളിവിടെ ബിന്ദു അടക്കം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം എന്താണ് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് തിരിച്ചു വയ്ക്കുള്ളതാണ്. ഞങ്ങൾ സ്ത്രീകളെ തെരുവിൽ കിടന്ന് ഇത്രയും അധികം ആക്ഷേപവും പരിഹാസം കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോലും തരാതെയാണ് മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രതികരിച്ചത്. അത് കേരള സമൂഹം കണ്ടതാണ്. കേരള സമൂഹം പുച്ഛിച്ച് തള്ളിയാണ്. ഇത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ഇത് സ്ത്രീകൾക്ക് നയിക്കാൻ പറ്റി, സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, സ്ത്രീകൾക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. മുടിമുറിച്ചടക്കം ഇവിടെ സമരം നടന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ്, ആ ഒരു നിമിഷത്തെയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇത് തോന്നുന്നു? മുടിമുറിച്ച് നമ്മുടെ ഒരു സമരത്തിന്റെ രൂപമാണ്. മുടിമുറിക്കൽ മാത്രമല്ല, നമ്മൾ ഈ ക്ലിഫ് ഹൗസ് മാർച്ച് ഒഴികെയുള്ള ബാക്കി എല്ലാ പരിപാടികളും നമ്മൾ നടത്തിയിരിക്കുന്നത് സ്വയം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടുള്ള സമരമുറകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിരാഹാരം കിടക്കുക, കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കുക, അത്തരം സമരരൂപങ്ങളാണ് നമ്മൾ കൈക്കൊണ്ടുള്ളത്. അതിൻ്റെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുടിമുറിക്കലിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസ് മാർച്ചാണ് നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ തരത്തിലേക്ക് ആ സമരത്തെ കണ്ടത്. കാരണം സർക്കാർ ഒരു തരത്തിലും ഒരു നിലപാട് എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒരു സമരമുറയിലേക്ക് പോയത്. അതൊരു അക്രമാസക്തമാകണം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല അത്തരമൊരു സമരത്തിലേക്ക് ഞങ്ങൾ കടന്നത്. വളരെ സമാധാനപരമായ ഒരു സമരമാണ് നടത്തിയത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്കും ജനറേറ്ററും ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഞങ്ങൾ അത്തരം ഒരു സമരരൂപം സ്വീകരിക്കേണ്ടി വന്നത്. അതിനെ പൊടുന്നനെ ഉണ്ടായി വന്ന ഒരു സമരരൂപം. എന്തായാലും ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. നിങ്ങളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടാവില്ലേ? മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളെ ഒത്തിരി സംഗതികൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത വളരെ പരിതാപകരമായ ഒരു അവസരം ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള കടക്കാരുൾപ്പെടെ ഞങ്ങൾക്ക് വളരെ വേണ്ടത്ര നല്ല സഹായം ചെയ്തു തന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനൊരു സാഹചര്യം ഇല്ലാത്തടത്ത് പോലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങൾ ആശമാരുൾപ്പെടെ എല്ലാവരും രാത്രിയും പകലും ഒന്നുമില്ലാതെ ഈ സമരപ്പന്തലിൽ വരികയും അവർ മുഴുവൻ സമയം ഇവിടെ വിനിയോഗിക്കുകയും, കാരണം ഈ സമരം നമ്മളുടെ മുന്നിൽ ഒറ്റ അജണ്ടയോ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് അംഗീകരിക്കുക എന്നുള്ള ഒറ്റ അജണ്ട. അതിന് എന്ത് കഠിനതരമായ പരിശ്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ആ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറുമായിരുന്നു. വീടും നാടും വിട്ടിട്ടാണ് 265 ദിവസം ഇവിടെ സമരം ചെയ്തത്. അതൊരു പ്രതിസന്ധി ആയിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയാണ്. പ്രതിസന്ധി എന്നുള്ളതല്ല, അതൊരു വെല്ലുവിളിയാണ്. കാരണം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി അതെല്ലാം രണ്ടാമത്തെ പ്രയോറിറ്റിയാക്കി മാറ്റിക്കൊണ്ട് ആദ്യത്തെ പ്രയോറിറ്റി സമരവും സമരത്തിന്റെ ഡിമാൻഡും എന്ന നിലയിൽ കാണുവാനുള്ള ഒരു ആർജവം സ്ത്രീകൾ നേടിയെടുത്തു. അല്ലെങ്കിൽ ആശമാർക്ക് അത് ഉണ്ട്, ആ ഒരു ബോധ്യമാണത്.
കാരണം നമ്മളുടെ സമരത്തിലൂടെ മാത്രമേ നമ്മളുടെ ഡിമാൻഡുകൾ, ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടാൻ കഴിയൂ എന്ന ഒരു ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശമാർ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകളുടെ ഒന്നാം പ്രയോറിറ്റിയായ കുടുംബകാര്യങ്ങളെ രണ്ടാം പ്രയോറിറ്റിയാക്കി മാറ്റിക്കൊണ്ട് ഒന്നാമത്തെ പ്രയോറിറ്റി സമരമാണ്, ഒന്നാമത്തെ പ്രയോറിറ്റി നമ്മളുടെ മുന്നിലുള്ള ഡിമാൻഡാണ്. അത് ഇവിടെ സമരം ചെയ്യുന്ന ആശമാർക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. ഈ കേരളത്തിലെ 26,125 ആശമാർക്കും വേണ്ടിയാണ് സമരം ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചത്. അപ്പോൾ നോക്കൂ, അത് എവിടേക്ക് പോയി? ഈ ഇന്ത്യ മഹാരാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശമാർക്ക് പ്രയോജനകരമായ രീതിയിൽ ആ സമരത്തിന്റെ റിസൾട്ട് ഉണ്ടാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആദ്യത്തെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള അടിയുറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടും ഉയർന്ന ധാർമ്മിക നൈതിക ധാരണകളിൽ നിന്നുകൊണ്ടുമുള്ള സമരമായിരുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ ചീത്ത വാക്ക് പോലും ഉച്ചരിക്കാതെയാണ് ഈ സമരം മുന്നോട്ട് പോയത്. എത്രയോ അധിക്ഷേപങ്ങൾ കേട്ടു, അതിനൊന്നും ഞങ്ങളാരും മറുപടി പറഞ്ഞിട്ടില്ല. ഒരു വാക്കുകൾ പോലും, മോശമായ ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഒരു ചെറിയ കല്ല് പോലും കയ്യിൽ കരുതിയിട്ടില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ജനാധിപത്യപരമായി, ഏറ്റവും സംസ്കാരപൂർണമായിട്ട് ആണ് നമ്മളിവിടെ ഈ സമരം നടത്തിയത്. അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കേരള സമൂഹം നമ്മളെ ഇത്രമാത്രം അംഗീകരിക്കുവാനും ഈ സമരത്തോടൊപ്പം അവർ ചേർന്ന് നിൽക്കുവാനും അവരുടെ പിന്തുണ നമുക്ക് ലഭിക്കുവാനും ഇടയായത് ഇത്രയും തികഞ്ഞ ജനാധിപത്യവും ധാർമ്മികപരവുമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു സമര രൂപമായതുകൊണ്ടാണ്. മേലിലും നമ്മളുടെ സമരം ആ രീതിയിലായിരിക്കും. അത്തരത്തിൽ നമ്മളുടെ ഡിമാൻഡുകൾ നേടുന്നത് വരെ ഈ സമരം തുടരും. ഇതൊക്കെയാണ് പറയാം. അത്തരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ 265 ദിവസം എന്നത് വെറും അക്കമല്ല. ഇവിടെ ചേർന്ന് 265 ദിവസത്തോളം സമരം ചെയ്ത ഒരു പറ്റം സ്ത്രീകളുടെ സഹനത്തിന്റെ ശക്തിയുടെ ഒരു ഉറപ്പുകൂടിയാണത്. രാജ്യവ്യാപകമായി ഉണ്ടായ മാറ്റത്തിന്റെ കൂടി ഒരു തെളിവാണ് ഈ അക്കങ്ങൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.